ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് വലിയ പീസാണല്ലോ, ചെറിയ പീസൊന്നുമില്ല. ചോറ് നോക്കാം. വെൽക്കം ടു ഷർഫ്രാസ് മീഡിയ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണൻ്റെ ലീവൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ 2 പെൺമക്കളുള്ളത്, രണ്ടാളും വീട്ടിൽ തന്നെ ഉണ്ട്. അവരെ കുട്ടികളും എല്ലാവരും ആയിട്ട്. അപ്പോൾ ഓർക്കപ്പുറത്ത് കുറച്ച് ബീഫ് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. വീട്ടിലിപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണിക്കുള്ള ഇറച്ചി നല്ലോണം കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതായതുകൊണ്ട് ഇത് രണ്ട് അടുപ്പത്തായിട്ട് അങ്ങനെ വെന്തോട്ടെ. ബീഫ് ബിരിയാണി ആയതുകൊണ്ട് കുരുമുളക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല, ഏറിയ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാൽ പിന്നെ നമുക്ക് മസാലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് ആയതുകൊണ്ട് ഒരു 6 വിസിൽ വേണം. 6 വിസിൽ വേണ്ടത്. ഇളയതാണെന്നുണ്ടെങ്കിൽ എത്ര വേണ്ടതല്ല. അത് കുറച്ച് മൂപ്പുള്ളതായതുകൊണ്ട് ഒരു 6 വിസിലൊക്കെ അടിക്കേണ്ടി വരും. കുറച്ച് വെള്ളം മതി. വെള്ളം കുറച്ച് മതി, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്ത് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ ബാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ. ഇപ്പോൾ ചെമ്പിൽ നെയ്യും വെളിച്ചെണ്ണയും മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് എന്ന് പറഞ്ഞാൽ ഡാൽഡ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇട്ടുകൊടുത്തു. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം വഴന്ന് വരുന്ന വരെ ഒന്ന് കാണിക്കാം. അപ്പോൾ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി വഴന്ന് വരണം അല്ലേ? അപ്പോൾ പോരല്ലോ. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5 തക്കാളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളിയൊക്കെ എത്ര ഇട്ടാ? ഉള്ളിയുടെ അളവ് ഞാൻ പറയാൻ മറന്നതാണ്. ഒരു 6 ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്തു, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ തക്കാളി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ തക്കാളിയും നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അളവൊന്ന് പറഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളി 2 കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കഷ്ണം അതൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളെ മല്ലിച്ചപ്പും പുതിനയും. ഈ പുതിന ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ ക്രെഡിറ്റ് ഞാൻ കൊണ്ടുപോകും. പ്രത്യേകം പറയാല്ലേ. ഇനി മല്ലിച്ചപ്പ് ഉണ്ടാക്കിക്കൊണ്ടി. ഞാൻ ഉണ്ടാക്കിയെന്ന് പക്ഷേ ഇതായില്ല, മച്ചില്ല. നമുക്ക് ഈ മല്ലി ശരിയല്ല. മല്ലി നല്ല മല്ലിച്ചപ്പില്ലേ, അത് അതിൻ്റെ ബാക്കി ഉണ്ടാക്കും. അതിൻ്റെ തണ്ടുണ്ടല്ല, അതുണ്ടാവില്ല. അത് വിത്ത് പാകണം മല്ലി. പക്ഷേ യൂട്യൂബിലെല്ലാം കണ്ടിന്ന് അങ്ങനെ ഉണ്ടാവുന്നു. എനിക്കറിയില്ല. ഞാൻ മല്ലിൻ്റെ വിത്ത് പാകി വെക്കുന്നു. പക്ഷെ അത് മല്ലി നല്ലതല്ലാത്തതുകൊണ്ട് എന്തോ മനസ്സിൽ. ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഗരം മസാല പൊടിച്ച് വെച്ചതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്ത്. 8 ഏലക്കായ. പിന്നെ അത്ര തന്നെ ഗ്രാമ്പും
2-3 കഷ്ണം പറ്റി കുറച്ച് പെരുംജീരകം. അപ്പോൾ 8 ഏലക്കായും അത്ര തന്നെ ഗ്രാമ്പും പിന്നെ ഒരു കഷ്ണം പട്ടയും കുറച്ച് പെരുംജീരകവും അതൊക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഗരം മസാല. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ചോറ് സെറ്റാക്കുമ്പോഴല്ലേ അത്. അപ്പം ഇട്ടെടുക്കും. അപ്പോൾ ഇതൊന്ന് ഇറക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. 4 സ്പൂൺ നമ്മൾ ആ നാട്ട് ഇറച്ചി കിട്ടുന്നില്ല, അതിൻ്റെ ബാക്കി ഇപ്പം ചേർക്കും. ഇപ്പോൾ ഇതിൽ മസാല ആയിട്ട് ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നേരത്തെ കുറച്ച് കുരുമുളക് ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അതും പിന്നെ ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രം. മുളക് പൊടി ചേർക്കണില്ലല്ലോ, വേറെ പൊടികളൊന്നും ആവശ്യമില്ല. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. എരിവിനാണ് ആ പച്ചമുളക് നേരത്തെ ചേർത്തിട്ടത്. ബീഫ് ബിരിയാണി ഇങ്ങനെ തന്നെ അല്ല, പല സ്റ്റൈലും ഉണ്ടാക്കലുണ്ട്. ചിലയിൽ മുളകും പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പോൾ മസാല കുറച്ചിട്ടുള്ള ഒരു ബാംഗ്ലൂരൊക്കെ നല്ല മസാല. ഞങ്ങൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അതാണിപ്പോൾ നെയ്യ് കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഡാൽഡയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ആണ്, അങ്ങനെയാണ് നോക്കുന്നത്. നെയ്യുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചെടുത്തു. ഇതൊന്ന് ഇറക്കി കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തായിട്ട് ബീഫും വെന്തിട്ടുണ്ട്. ബിരിയാണി അരി ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചോറ് വെക്കണ പോലെയൊക്കെ തന്നെയാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ ക്യാരറ്റ് അതുപോലെ ഏലക്കായ, ഗ്രാമ്പൂ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണല്ലോ, വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അതെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് വലിയ കുറവൊന്നും വരില്ല കേട്ടോ, അത്യാവശ്യം നല്ലപോലെ തന്നെ ആവും. അപ്പോൾ വെള്ളമൊന്നും കറക്റ്റ് വെച്ചിട്ടില്ല, നമ്മൾ സാധാരണ ചോറ് ഊറ്റിയെടുക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ്. ഇനി ഇത് അരി വെന്ത് കഴിഞ്ഞാൽ ഊറ്റിയെടുക്കും. അപ്പോൾ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാലയൊക്കെയാണ് ബീഫ്. ആ വെള്ളത്തോട് തന്നെ ചേർക്കണം. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ടേസ്റ്റ്, ആ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ആ ടേസ്റ്റ് ആ ഇറച്ചിക്കുള്ള കുടിച്ചോളൂ. അത് കിടന്നൊന്ന് വറ്റണം. ആ വെള്ളത്തോടെ തന്നെ ചേർത്താലുള്ള ഉള്ളിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഈ ഇറച്ചിക്ക് നല്ലോണം പിടിച്ച്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇറച്ചിക്ക് നല്ലോണം പിടിച്ച് വരണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ ഇടുന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി അത് ഇറച്ചിയിലൊക്കെ നല്ലോണം പിടിച്ചോട്ടെ. ഉണ്ടാക്കട്ടെ, ഉപ്പ് കുറച്ച് കുറവാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി ഓൾറെഡി വന്നതാണ്, എങ്കിലും ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് കിടക്കട്ടെ. നല്ല ഇങ്ങോട്ട് വേവിച്ചിട്ടില്ല, കുറച്ച് ഈ വെള്ളത്തിൽ കിടന്ന് കണ്ടൊന്ന്. ഇറച്ചി നല്ലോണം നമ്മൾ കറിക്കൊക്കെ വേവിക്കണ പോലെ ഒന്നും വേവിച്ചിട്ടില്ല, അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളത്തിൽ കിടന്ന് 10 മിനിറ്റ് മതി, ഒരു 10 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കനലിലേക്ക് വെക്കണം. ചോറ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കനലുണ്ടല്ലോ അവിടെ അടുപ്പത്ത്, അവിടെ ഒക്കെ മാറ്റുകയാണ്. ചോറ് ഇത് വന്ന് കുറച്ചൊക്കെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിന് ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയിട്ട് നമ്മൾ മസാല, ബീഫിൻ്റെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ അതാ ഈ ചോറിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. തട്ടിക്കൂട്ട് ബിരിയാണി അല്ല, അതുകൊണ്ട് നമ്മൾ ക്യാരറ്റും പിന്നെ ഏലക്കായും മറ്റേ പെരുജീരകം, ഏലക്കായ്, ഗ്രാമ്പൊക്കെ ചേർക്കൂല, പട്ടയൊക്കെ. തട്ടിക്കൂട്ട് ബിരിയാണി അതുകൊണ്ട് അതൊന്നുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കണം. ഈ ഇറച്ചിൻ്റെ മുകളിലായിട്ട് ഈ ചോറ് വിതറി കൊടുക്കുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കണം. കാരണം നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും കുറേ ടൈം ആവുമല്ലോ. ഇതിപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കുക കാരണം അത്ര ടൈമൊന്നും പിടിക്കണില്ല. അപ്പോൾ ചോറ് ഇവിടെ ഫുള്ള് വാർത്ത് ഇതിൻ്റെ മുകളിൽ, മസാലയുടെ മുകളിലായിട്ട് നിരത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കുറച്ച് മസാല, ഗരം മസാല അവിടെ ബാക്കി വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പുള്ള
മല്ലിയില അത് അതിന് മുകളിൽ വെതറി കൊടുത്തു. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്യാം. നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് ഡാൽഡ. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്, നെയ്യില്ലാത്തതുകൊണ്ട് മാത്രം. വെളിച്ചെണ്ണ പോലെ അപ്പോൾ വെളിച്ചെണ്ണയും ചേർക്കാം, പക്ഷെ ഇത് നെയ്യിൻ്റെ ആ ഒരു ഇത് ഇട്ടണ്ടേ. മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് കനൽ ഇതിൻ്റെ മുകളിലായിട്ട് കനലിട്ട് ദം ചെയ്യണ ബിരിയാണീൻ്റെ ടേസ്റ്റ് മറ്റേ കിട്ടൂല ഗ്യാസും വെച്ചാൽ. ആദ്യ ഇതെന്താണ്? ഞാൻ ഒരു അരമണിക്കൂർ കണ്ടു. അരമണിക്കൂർ വേണോ? ആ ദമ്മൊക്കെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒരമണിക്കൂർ ഇത് ദമ്മൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇതൊന്നും വേവറില്ലല്ലോ. ചോറ് ഫുള്ള് വേവായിട്ടുണ്ടായിരുന്നില്ല. അരി ഒരു 3/4 വേവിലായിരുന്നു അരി ഇതിൽ ഊറ്റിയിട്ടിട്ടുള്ളത്. പിന്നെ ബീഫ് തന്നെ നമ്മൾ സാധാരണ കറിക്കൊക്കെ വേവിക്കണം അത്രയും വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ബാക്കി ഇത് ഈ താഴെയും മേലെയും കനലാണല്ലോ, അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് ബാക്കി വേവാവും. അപ്പോൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ ദമ്മൊക്കെ എടുക്കട്ടെ. എന്നിട്ട് നമുക്കിത് പൊട്ടിക്കാം. പൊട്ടിക്കാനൊന്നുമില്ല, സൈഡ് ഞങ്ങൾ മൈദട്ട് പൊട്ടിച്ചിട്ടൊന്നുമില്ല. എന്തും അങ്ങനെ പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ബിരിയാണിയൊക്കെ എടുത്തിട്ടുള്ള പൊതിനാണിത്. ഞാൻ വീട്ടിലുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ തണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തൊക്കെയായിരുന്നു. ഇനി ഈ തണ്ട് ഇനി ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിന് വേറെ വേര് വരും. 2-3 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ വേര് വന്ന് തുടങ്ങും വെള്ളത്തിലിട്ട് വെച്ചാൽ. അപ്പോൾ പിന്നെ പിന്നെ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള മണ്ണൊക്കെ ഇട്ട് വെച്ചാൽ നല്ലോണം ഇല വരും. അപ്പോൾ നമുക്ക് വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഇല നുള്ളിയെടുക്കാൻ പറ്റും. അപ്പോൾ ബിരിയാണി ദമ്മെന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. അണ്ടിമുന്തിരിയൊന്നുമില്ല, അണ്ടിമുന്തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ വലിയൊരു ഇതില്ലെങ്കിലും തിന്നാൻ അതേ ടേസ്റ്റ് തന്നെ കിട്ടും എന്നാണ് ഇവൾ പറയുന്നത്. എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇത് എൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. LTF വേൾഡ് പറഞ്ഞ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട്, പക്ഷേ അവരൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ. 18 വയസ്സിൻ്റെ താഴെയുള്ളതല്ലേ നിങ്ങളൊക്കെ, അത് നോക്കി കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനലിലൊക്കെ എന്താ കേട്ടോ, നിങ്ങളെ ചാനൽ ഞാൻ കണ്ടോളി കിഡ്സ് ഓൺലി കൊടുത്തിട്ട്. അതല്ല അപ്പോൾ നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ബിരിയാണി. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് വലിയ പീസാണല്ലോ, ചെറിയ പീസൊന്നുമില്ല. ചോറ് നോക്കാം. അപ്പോൾ ബിരിയാണി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. സംഭവം ഇതിൽ ഇട്ട ഇൻഗ്രീഡിയൻസ് കുറവാണ് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കൊറോണ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ.